Good morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Prayer ആരാണ്? മാം ഞാനാണ് പറയുന്നത് നിഷ. പറഞ്ഞോളാം. എന്ന് പാടാൻ പോകുന്നത് നമ്മുടെ നാഷണൽ ആന്തം എന്ന് പറയുന്ന പോലെ തമിഴ്നാട് ആന്തം ആണ് പാടാൻ പോകുന്നത്. അവിടെ മാം സ്കൂളുകളിലാണ് സൗണ്ട് പ്രയറിന് ഇല്ലല്ലോ, പാടുക. എനിക്കാണോ സൗണ്ട് കുറവ്? കേൾക്കുന്നില്ല മാം? കേക്കാം. ഓക്കെ. അപ്പൊ അവിടുത്തെ പ്രയർ ആണ് പാടുന്നത്. ഓക്കെ. നീരാറും കടലുടുത്ത നിലമടന്ത കീഴൊഴുകും സീരാറും വദനമെന തികഴ്വരത കണ്ടമിതി തെക്കനമും നദി സിறந்த திராவிடன திருநாளும் தக்க சிறு பிறை துறலும் தரித்தனரும் திலகமுமே அத்திலக வாசனை போல் அனைத்துலகும் இன்பமுற எத்திசையும் புகழ் மணக்க இருந்த பெரும் தமிழனங்கே உன் சீதிலமை திறம்பியந்த செயல் மறந்து வாழ்த்ததுமே അത്രേ ഉള്ളൂ. താങ്ക് യു. Thank you. സൈനിൻ ആരാണ്? സൈനിൻ ഞാനാണ് മാം. പറഞ്ഞോളാം. ഞാനൊരു പാട്ട് പാടിയിട്ട് സൈനിൻ പറയാം മാം. ഇന്ന് നല്ല ബിസി ഡേ ആയിരുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നുമില്ല. പൊൻവീണി ഇന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ, ദൂതം പേറി നീങ്ങും മേഘം മഞ്ഞിൻ നീക്കും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതമിനിയും ഇനിയും അരുളി, പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ചിന്തളിരുകളോലും കന്യാവാണികയിൽ മാനിണകളെ നോക്കി കയ്യിൽ കരകയുമായി വരം നേടുന്നു, സ്വയം വരം കൊള്ളുന്നു, ഹേമന്തം പോലെ നവവാസന്തം പോലെ, ഹേമന്തം പോലെ നവവാസന്തം പോലെ, ലയം പോലെ നലം പോലെ അരിയ ഹരിതവരിയിൽ, പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. വിൺമതികളെ ചൂടും വിണ്ണിൻ ചാരുതയിൽ പൂഞ്ചിറകുകൾ നേടി വാനിൻ അതിരുകൾ നേടി പറന്നേറുന്നു, മനം മറന്നാടുന്നു, സ്വപ്നങ്ങൾ നീതും നവരത്നങ്ങൾ പെയ്തും, സ്വപ്നങ്ങൾ നീതും നവരത്നങ്ങൾ പെയ്തും, അറിയാതെ അറിയാതെ അമൃത സരസിൻ കരയിൽ, പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. താങ്ക് യു മാം. ഇത് നമ്മുടെ സ്മാർട്ട് ട്രീക്കും സ്മാർട്ട് ട്രീയിലെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സിനെ എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട മാമിനും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ഡെഡിക്കേഷനോടുകൂടി എല്ലാവരെയും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം ടു അവർ ക്ലാസ് മാം. താങ്ക് യു.
Sign in by Archana Vishnu from Alappuzha. Thank you, ma'am. Thank you. നന്നായിരുന്നു കേട്ടോ. Thought of the day. മാം ഗുഡ് മോർണിംഗ് മാം. കാണാൻ പറ്റുമോ? കാണാൻ പറ്റാണ്. കാണാടാ. മാമ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വന്നപ്പോഴേ ഞാൻ വീഡിയോ ഓൺ ആയിരുന്നു, പക്ഷേ ആർക്കും കാണാൻ പറ്റത്തില്ലെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് പറയാൻ പറഞ്ഞില്ലായിരുന്നോ വൈറൽ മെനിഞ്ചൈറ്റിസിന്റെ? അത് ആർക്കും വീഡിയോ കാണാൻ പറ്റത്തില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ മാം പറഞ്ഞു ഒന്നും എനിക്ക് കേൾക്കാനും പറ്റത്തില്ലായിരുന്നു കേട്ടോ. മനഃപൂർവ്വം മാമിന്റെ ക്ലാസ്സിൽ ഞാൻ വീഡിയോ ഓഫ് ആക്കിയതൊന്നും അല്ലേ, ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഇപ്പൊ ചിലവർക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്ഡേഷൻ വന്നിട്ട് തമിഴിലേക്കൊന്നും ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അതേപോലെ ഞങ്ങളുടെ ഫംഗ്ഷൻ പ്രോഗ്രാമിനും ക്യാമറ ഫുൾ ടൈം ഞാൻ ഓൺ ആയിരുന്നു, പക്ഷെ ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞോട്ടെ മാം. Good morning ma'am and good morning all. Accept your past without regret, handle your present with confidence and face your future without fear. Quotes by APJ Abdul Kalam. Thank you ma'am. മാം പിന്നെ ഒരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. എനിക്ക് ഇപ്പൊ തന്നെ പോവേണ്ടതായിട്ടുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മോളുടെയും മോന്റെയും ഓപ്പൺ ഹൗസ് ആണ് ഇന്ന്. അപ്പൊ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണേ. ശരി. താങ്ക് യു മാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് എവിടെ ഡിസ്കസ് ചെയ്തിരുന്നേ? ഏത് ചാപ്റ്റർ ആണ്, ഓർമ്മയുണ്ടോ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ അല്ലേ മാം? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. അതില് ഡീവിയേഷൻ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല. നോർമലൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു? നോർമലൈസേഷൻ ഇല്ല, കംപ്ലീറ്റ് ചെയ്തില്ല. അതിന്റെ കുറച്ച് ഇത് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഒരു മിനിറ്റ്, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട്. ഓക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ എഴുതിയിട്ടുണ്ട് സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റിങ്ക്ട്, അതല്ലേ? സബ്മിഷൻ ഓഫ് ദി പൊസസീവ് ഇൻസ്റ്റിങ്ക്ട് എല്ലാരെയും കൊണ്ട് പറയിപ്പിച്ചോ അവിടം വരെ മാം പഠിപ്പിച്ചിട്ട്? ഓക്കെ. നമ്മള് നോർമലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് ഏതെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ആ നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡിന് ഉണ്ടാവാന്നാണ് നമ്മൾ. ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ നോർമലൈസേഷൻ പ്രോസസ്സിലൂടെ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇനി പവർ ടു, അടുത്ത പോയിന്റ് ആണ് പവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ് നോട്ട് ക്യൂരിയോസിറ്റി. നമുക്കറിയാം ക്യൂരിയോസിറ്റി എന്താണ്, എല്ലാ കുട്ടികൾക്കും ഉള്ളൊരു കാര്യമാണ്. ക്യൂരിയസ് ആയിരിക്കും അവർ, ഭയങ്കര ജിജ്ഞാസയായിരിക്കും. പേജ് നമ്പർ 113 ട്ടോ. ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിരിക്കും. അവർക്ക് ഒരു സാധനം എന്താണ് അത് വാങ്ങിക്കുക, അത് വേണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള താല്പര്യമായിരിക്കും. പക്ഷെ അവര് റിയൽ ആയിട്ടായിരിക്കില്ല ചോയ്സ് ചെയ്യുന്നത്. നമ്മള് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികള് റിയൽ ആയിട്ട് അവർക്ക് വേണ്ട മെറ്റീരിയൽ എന്താണ് എന്ന് അവർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പഠിക്കും, സെലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ അത് നമ്മൾ അത് വേണം എന്ന് പറയുള്ളൂ. റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ. അപ്പോ നമുക്ക് നോക്കാം. The power to act from real choice, not from curiosity. Children are now forced in action by real choice and no longer mere ഇൻവെസ്റ്റിംഗില് അവര് എന്താണ് ഭയങ്കരമായിട്ട് ജിജ്ഞാസ കൊണ്ടോ അല്ല അങ്ങനെ ആയിരിക്കില്ല. അവർ റിയൽ ആയിട്ടായിരിക്കും അവർക്ക് എന്താണോ വേണ്ടത് അതായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഒബീഡിയൻസ് ആണ്. ഒബീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് ഒരിക്കലും നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഒബീഡിയൻസ് അല്ല കുട്ടികളിൽ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫോഴ്സ് നമ്മൾക്കെങ്കിൽ നമ്മൾ അനുസരിപ്പിക്കുക അങ്ങനെയല്ല. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നതിലൂടെ, കുട്ടികൾ വർക്ക് ചെയ്യുന്നതിലൂടെ അവര് ഓട്ടോമാറ്റിക്കലി ഒബീഡിയന്റ് ആയിട്ട് മാറാണ്. നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അവര് ഒബീഡിയന്റ് ആവും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവര് എന്ത് ചെയ്യും, അതൊക്കെ അവര് അനുസരണയോട് കൂടി കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പൊ ആദ്യം വരുന്ന കുട്ടി പീഡിയാട്രിക് ചൈൽഡ് ആയിരിക്കും, അവൻ കാണുന്നത് ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെയാണ്. സോ അവൻ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഈ ഒരു കാര്യങ്ങൾ ഇവരെന്തൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് അതിലേക്ക് ട്രെയിൻ ആവാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരെന്താവുകയാണ്, നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റിൽ ഒബീഡിയന്റ് ആയിട്ട് മാറാണ്, അനുസരണം ഓട്ടോമാറ്റിക്കലി വരാണ്. ദെൻ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്, നമ്മളിവിടെ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. അവർക്ക് അവരുടേതായ അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാദർ ചെയ്യാനായിട്ടുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് അലൗ ചെയ്യുന്നുണ്ട്. സോ അവർക്ക്
പെട്ടെന്ന് ഡെവലപ്മെന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് അവർക്ക് വേണ്ട ഇനിയിപ്പോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മളേക്ക് ഈ ഒരു നമ്മൾ ഡയറക്ഷൻസ് കൊടുക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അവരെ ഫുൾ ഫ്രീഡം നമ്മൾ അലോ ചെയ്യുന്നത്. സോ അവർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫ്രീഡം കൊടുക്കുന്നത് മൂലം തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ഇനി അടുത്താണ് നോക്കാം നമുക്ക് 2 പോയിന്റ്, ഒബീഡിയൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്. ഒബീഡിയൻസ്, ദീസ് നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ആർ റിമാർക്കബിളി ഒബീഡിയന്റ്. അവർ ഒബീഡിയന്റ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി അവർ അങ്ങനെ നമ്മൾ വർക്കിലൂടെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് ആ വർക്കിലൂടെ അവർ ഒബീഡിയന്റ് ആയിട്ട് മാറുന്നതല്ല. നമ്മൾ ഒരിക്കലും ഫോഴ്സ്ഡ് ആയിട്ടൊരു ഒബീഡിയൻസും നമ്മൾ അവരെ ഇതിൽ കൊടുക്കുന്നില്ല. ത്രൂ ദ വർക്ക് ദ ചിൽഡ്രൻ എൻജോയ് ദ സ്റ്റേജ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് വിൽ. അവര് ആ ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇന്നത് ചെയ്യുക അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി ആണ് മോൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇനി ഈ ആക്ടിവിറ്റി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുകയാണ്. അവര് ഓട്ടോമാറ്റിക്കലി അവർ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എന്തായി മാറാണ്, ഒബീഡിയന്റ് ആയിട്ട് മാറാണ്, അനുസരണയുള്ള നല്ല കുട്ടികളായിട്ട് മാറാണ്. Then പറഞ്ഞത് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ആണ്. When the whole aim of Montessori method contains, amongst other things, the child gather as much independence as is possible for him, acquiring at each stages of development. നമുക്കറിയാം കുട്ടികളുടെ ഡെവലപ്മെന്റ് അവർക്ക് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം. എന്ന് വെച്ചാൽ അവർക്ക് ഓരോ ആക്ടിവിറ്റീസും അവർക്ക് ഓരോ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ഫ്രീഡം കൊടുക്കണം. സോ നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് വേണ്ട ഇൻഡിപെൻഡൻസ് കൊടുത്താൽ മാത്രമേ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദ ഡിസ്ട്രസ് മസ്റ്റ് ഓൾവേസ് ഫോളോ ദ ലിമിറ്റ് ഓഫ് ഹർ ഇന്റർവെൻഷൻ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അധികം ഇന്റർഫിയർ ചെയ്യാതെ കുട്ടി എന്താണ് ചെയ്യുന്നത്, തെറ്റിപ്പോകാതിരിക്കും. തെറ്റിപ്പോട്ടെ എന്ന് തന്നെ വിചാരിക്കുക. വീണ്ടും അവരത് ചെയ്യുമ്പോൾ വീണ്ടും മിസ്റ്റേക്ക് വരാനാണ്. അത് കുഴപ്പമില്ല, ഓട്ടോമാറ്റിക്കലി അവർ വർക്ക് ചെയ്ത് തന്നെ എന്തായിക്കോളും, ഓട്ടോമാറ്റിക്കലി അവർ പെർഫെക്റ്റ് ആയിക്കോളും. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ആണല്ലോ, ഏതാണ്, വർക്ക് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. എന്താണ്, മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ആ ഒരു കോട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കാം, മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. അതിന്റെ മീനിങ് എന്താണ്, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമ്മൾ ഒരാള് പെർഫെക്റ്റ് ആക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇൻഡിപെൻഡൻസ്, നല്ല ഫ്രീഡം നമുക്ക് അവർക്ക് കൊടുക്കണം, ഇൻഡിപെൻഡൻസ് കൊടുക്കണം. ഇനി ഇൻ ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ, നമ്മൾ ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന്റെ ക്ലാസ്സിൽ കാണുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു ശീലമാണ്. ഇപ്പൊ യങ്ങറായിട്ടുള്ളവര് അല്ലെങ്കിൽ മുതിർന്ന കുട്ടികൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ചൈൽഡ് എന്ത് ചെയ്യും, ഇവരുടെ താഴെ വരുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പോയി പറഞ്ഞു കൊടുക്കേണ്ട വരില്ല. അതിന് പകരമായിട്ട് എൽഡർ വൺസ് യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യും. സോ അവർക്ക് അവിടെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ചെറുപ്പത്തിലെ തന്നെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആൻഡ് കെയറിംഗ് മെന്റാലിറ്റി ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ചെറുപ്പത്തിലെ തന്നെ അവർ ശീലിക്കുകയാണ് അവരുടെ കളം ഇളയ കുട്ടികളെ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികള് നമ്മളൊരു എന്താ പറയാ, നമ്മളുടെ സാധാരണ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ, സോഷ്യൽ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർക്കറിയാം നമ്മളെക്കാളും കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം എന്ന് അവർ ആ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ വെച്ച് അവർ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളെ യങ്ങർ വൺസിന് നമ്മൾ ഹെൽപ്പ് ചെയ്തു, നെക്സ്റ്റ് ഈ യങ്ങർ വൺസ് എന്ത് ചെയ്യും, അടുത്ത് വരുന്ന കുട്ടികളെ അവർ ഹെൽപ്പ് ചെയ്യും. സോ ഇത് ഹെൽപ്പിംഗ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. In a class of normalized children, the mutual aid naturally takes the place of competition. ആയിരിക്കില്ല നമ്മൾ ഇവിടെ കാണുന്നത്, ഒരു മ്യൂച്വൽ എയ്ഡ് ആയിരിക്കുള്ളൂ. ഇത് പരസ്പരമുള്ള ഒരു സഹായമായിരിക്കും നമ്മൾ കാണുന്നത്. These children are always helping one another. ഓരോ കുട്ടീനെയും അവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. The older and more advanced show and evident interest in the progress of the younger ones. അവരുടെ താഴെ വരുന്ന പേജ് നമ്പർ 113 ആണ്. അവരുടെ താഴെ വരുന്ന കുട്ടികളെ ഈ മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓൾഡർ വൺസ്, മുതിർന്ന കുട്ടികളെ നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ഇംപ്രൂവ്മെന്റ് നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കുന്നേക്കാളും മുമ്പ് ചിലപ്പോൾ ഓൾഡർ വൺസ് അവർക്ക് ഹെൽപ്പ് ചെയ്യും.
ഓക്കെ. ഇനി ഇതെല്ലാം കാരണം തന്നെ നമുക്കൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സെൽഫ് ഡിസിപ്ലിൻ ഈ കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്യും. അവർ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതിലൂടെ അവർ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് മൂലം സെൽഫ് ഡിസിപ്ലിൻ അക്വയർ ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് മെറ്റീരിയൽസ്, അപ്പൊ അപ്പാരറ്റിക്സ് ചിലപ്പോ ഒരു സെറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു കുട്ടിക്ക് ഒരു അപ്പാരറ്റിക്സ് കൊടുത്തു, വേറൊരു കുട്ടിക്ക് ആ അപ്പാരറ്റിക്സ് ചെയ്യുന്നത് ഭയങ്കര, ആ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്യും, അവൻ ടേൺ വരുന്നത് വരെയും എന്ത് ചെയ്യും, നല്ല പേഷ്യൻസോട് കൂടി നല്ല ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യും. സോ അവൻ ചെറുപ്പത്തിലെ ആ ഒരു ക്ഷമ അവൻ അവിടെ നിന്ന് പഠിക്കുകയാണ്, സെൽഫ് ഡിസിപ്ലിൻ പഠിക്കുകയാണ്. ആ ഒരു അപ്പാരറ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്ത് ആ കുട്ടി ആ ഒരു മെറ്റീരിയൽ കൊണ്ടുവന്ന് തിരിച്ചു വെക്കുന്നത് വരെ ആര് വെയിറ്റ് ചെയ്യാണ്, ഈ കുട്ടി വെയിറ്റ് ചെയ്യാണ്. സോ അവൻ ഓട്ടോമാറ്റിക്കലി ക്ഷമ ചെറുപ്പത്തിലെ നല്ല രീതിയിൽ എങ്ങനെയാണ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യേണ്ടത്, എന്താണ് പേഷ്യൻസ് എന്നൊക്കെ അവൻ ഓട്ടോമാറ്റിക്കലി പഠിക്കുകയാണ്. ഇനി ദിസ് ഇസ് ദ വൺ ഓഫ് ദ ഫീച്ചർ ദാറ്റ് യൂഷ്വലി astonish visitors most when they see the Montessori school for the first time. നമ്മൾ മോണ്ടിസോറി സ്കൂൾ ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് അവിടെ ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഒരിക്കലും എന്താണ് കമ്പൽ ചെയ്ത് ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്, കുട്ടികൾ തന്നെ സെൽഫ് ഡിസിപ്ലിൻ ഫീൽ ചെയ്യും. This discipline is so complete that the absence of distress for quite long period of time does not affect it. നമുക്കറിയാം കുട്ടികളെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി നേരം അവർക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി നേരം അവർക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഒത്തിരി നേരം അവർക്ക് സെയിം മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പൊ നമുക്ക് തോന്നുന്നത് എന്താണ്, അവർ പെട്ടെന്ന് ഡിസ്റ്റർബ് ആവില്ല. സോ ദിസ് ഈസ് ഡിസിപ്ലിൻ ഈസ് വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി. നമുക്ക് കിട്ടുന്ന ഈ ഒരു ലിബർട്ടിയുടെ ഫലമാണ് എന്ത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻ അവർക്ക് വരാണ്. അപ്പോ കോൺസെൻട്രേഷൻ പറഞ്ഞു, പേഷ്യൻസ് പറഞ്ഞു, പിന്നെ ഒബീഡിയൻസ് പറഞ്ഞു, ഡിസിപ്ലിൻ പറഞ്ഞു. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് ആണ് ജോയ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആഹ്ലാദം അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത്. ഞാനൊരു ആക്ടിവിറ്റി സ്ഥിരമായിട്ട് ചെയ്യാന്ന് വിചാരിക്കുക. കുട്ടി ഒരു ആക്ടിവിറ്റി, ഒരു കുട്ടി മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി സ്ഥിരമായിട്ട് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ഒരു ദിവസം ചെയ്തു, അതാണ് അന്ന് ഫുൾ ഡേ ചെയ്തിട്ട് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ദിവസം ചെയ്തു, അത് അവന് വീണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ ദിവസം അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ അവൻ എന്തൊരു സന്തോഷമായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും, ജോയ്ഫുൾ ആയിരിക്കും. എന്തോ അച്ചീവ് ചെയ്തു, എന്തോ നേടിയെടുത്തു എന്നുള്ളൊരു പ്ലഷർ അവന് ഫീൽ ചെയ്യും. സോ അവന് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ്സിൽ മെറ്റീരിയൽസ് വെച്ച് അല്ലെങ്കിൽ അപ്പാരറ്റിക്സ് യൂസ് ചെയ്ത് അവർ വർക്ക് ചെയ്യുമ്പോൾ അവർ ഓരോ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യും. ആ തട്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് എന്താ പറയുക, നല്ലൊരു പ്രഷർ കിട്ടും, നല്ലൊരു സന്തോഷം, നല്ല ഹാപ്പിനെസ് കിട്ടും. സോ ഇത് നമ്മൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്നത് മൂലം കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ്. അല്ലാത്ത പക്ഷം എന്താണ്, കുറെ കുട്ടികൾ സാധാരണ ഒരു വിചാരിക്കും എന്താണ് ജോയ്ഫുൾനെസ് കിട്ടണമെങ്കിൽ വല്ല ഗെയിമൊക്കെ കളിച്ച് അവരെ നേടണം. അപ്പൊ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഈ കുട്ടികൾക്ക് ചെറിയ ഇൻസിഡൻസ് ആണ് അവരുടെ ലൈഫിൽ വരുന്നെങ്കിലും ആ ഒരു ഇൻസിഡന്റ് ചിലർക്ക് സന്തോഷിക്കാനായിട്ട് ഈ കുട്ടികൾ ചെറുപ്പത്തിലെ പഠിക്കുകയാണ്. ചെറിയൊരു ഹാപ്പിനെസ് പോലും അവരുടെ ആ ഒരു ഡേനെ ഫുൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദിസ് ഇസ് ജോയ്. Which shine in children's face, surely in their whole attitude is something more than the pleasure or happiness being entertained. ഒരു ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്കും അതെ, നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല, നിങ്ങളെ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക, നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. നമ്മൾ കേട്ടിട്ടുള്ള ഡയലോഗ് ആയിരിക്കും, എപ്പോഴെങ്കിലും കേട്ട് ആരെങ്കിലൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ഡയലോഗാ, നിങ്ങളെ കൊണ്ട് ഇതിലൊന്നും പറ്റില്ല എന്ന്. എനിക്ക് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ഒരു കാര്യം എന്ത് എഫേർട്ട് എടുത്താലും അത് നേടിയെടുക്കണം ഭയങ്കര വാശിയുള്ള ടീമാണ് ഞാൻ. എന്നോട് ഒരാൾ പറയാ ഇന്നത് നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് നേടിയെടുക്കണം, നിർബന്ധമാണ്. അപ്പൊ നമ്മളത് നേടിയെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ എന്താ പറയാ, നീഡ്സിൽ നിങ്ങൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ നീഡ്സില് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്? ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? കേൾക്കുന്നുണ്ട് മാം, ക്ലിയർ ആവുന്നു.
നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എബ്രഹാം മാസ്ലോയുടെ നീഡ്സ് ഓഫ് ഹയറാർക്കിയിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞൊരു നീഡ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്ററാണ്? നീഡോ? നമുക്കത് എടുത്തിട്ടില്ല മാം. സോറി എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട് എബ്രഹാം മാസ്ലോയുടെ നീഡ് ഓഫ് ഹയറാർക്കി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും അവസാനത്തെ നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ബേസിക് സൈക്കോളജിക്കൽ എക്സ്ട്രീം ലാസ്റ്റ് വരുന്ന നീഡാണ് ഇത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഒത്തിരി പൈസ ഉണ്ട്, നമുക്ക് വീടുണ്ട്, ഷെൽട്ടർ ഉണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ പോലും നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ ആഗ്രഹത്തിന്റെ പുറകെ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓരോ ഇഷ്ടത്തിന്റെ പുറകെ, നമ്മൾ ടീച്ചർ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറകെയാണ് ഈ ഒരു ക്ലാസ്സിൽ കയറിയതും ഇത്രയും എഫേർട്ട് എടുക്കുന്നതും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുന്നതും. എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ട് അറിഞ്ഞിരിക്കുന്നത്. സോ നിങ്ങളത് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇനി വേറെ ഒന്നിനും ഒരു പൈസക്ക് പോലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ജോയ്ഫുൾ ആയിരിക്കും നമ്മുടെ കുട്ടികൾ ഈ ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത്. അവർ ഓട്ടോമാറ്റിക്കലി മറ്റു കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുമായിരുന്നു പോകും. ചില ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറി അവര് ഈ ഒരു വർക്ക് ചെയ്യാനും വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാൻ അവർക്ക് ഒരു എന്താ പറയുക, ഒരു പ്രേരണ ഉണ്ട്, ഒരു സ്റ്റിമുലേ പോലെ വർക്ക് ചെയ്ത് കൊടുക്കും. ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളും ഈ വർക്ക് ചെയ്ത് നമ്മളും ഇതേപോലെ പെർഫെക്റ്റ് ആവും. നമ്മളിപ്പോ ഒരു വർക്ക് ആദ്യം നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായി. പിന്നെ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾ ഇതിൽ പറഞ്ഞു, നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോ ടീച്ചർ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ജോയിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ജോയ് എന്ന് പറയുന്നത്. സോ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ കുട്ടികൾ ഓരോ വർക്ക് ചെയ്യുന്നതിലൂടെ വീണ്ടും വീണ്ടും അവരെ വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടാണ്. അവർക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പി ആയിട്ടുള്ള ഫീലിംഗ് തോന്നാണ്. അതാണ് ജോയ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ലൈക്ക് ദ കോൺസെൻട്രേഷൻ റെഫേഴ്സ് ടു, നമ്മൾ കോൺസെൻട്രേഷൻ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഡീപ് ക്രിറ്റിക് ഇമോഷൻ. ഡീപ്പായിട്ടുള്ള നമ്മുടെ മനസ്സിന് ഉള്ള ഒരു ഇമോഷൻ ആണ് ആ ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സന്തോഷം. ഇറ്റ് ഈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് joy is naturally always grant the accomplishment to the right use of this facilities. നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. It is joy which comes with the acting in obedience to the law of our nature. ഈ ജോയ് എപ്പോഴാണ് കിട്ടുന്നത്, നമ്മളുടെ ഈ നേച്ചറിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെന്റ് മോണ്ടിസോറി ക്ലാസ് റൂമിലത്തെ കാര്യങ്ങളെല്ലാം ഒബീഡിയന്റ് ആക്കുമ്പോൾ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ അനുസരിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ജോയ് കിട്ടാണ്. അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് നോർമലൈസ്ഡ് ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്നുകൂടി റൗണ്ട് ചെയ്ത് പറയാം. നോർമലൈസ്ഡ് ചിൽഡ്രൻസ് അവർക്ക് നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റ്, മോണ്ടിസോറി എൻവയോൺമെന്റിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. നമുക്ക് ഈ ഒരു എൻവയോൺമെന്റിന്റെ അകത്തൊരു ഓർഡർ ഉണ്ടാവും, ഒരു ക്രമം ഉണ്ടാവും. ലവ് ഓഫ് വർക്ക്, കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ഓരോ ആക്ടിവിറ്റീസ് നല്ല ജോയ്ഫുൾ ആയിട്ട് ആ വർക്കുകൾ ചെയ്യാനായിട്ട് വരും. സോ വർക്ക് ചെയ്യുന്നതിലൂടെ തന്നെ അവർക്ക് കോൺസെൻട്രേഷൻ ഹൈ ആവും, അവർ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു വർക്ക് വീണ്ടും 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 അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരുപാട് നേരം മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ആ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള കോൺസെൻട്രേഷൻ ചെറുപ്പത്തിലെ തന്നെ അവന് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി ആയിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ്. അപ്പൊ നമ്മൾ മോണ്ടിസോറി പ്രാക്ടിക്സ് അല്ലെങ്കിൽ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ റിയൽ ആയിട്ടുള്ള വേൾഡ്, നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ഒറിജിനൽ വേൾഡിന്റെ ഒരു മിനി നേച്ചർ ആണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൊടുക്കുന്നത്. സോ ഈ കുട്ടികൾക്ക് റിയാലിറ്റി ആയിട്ട് പെട്ടെന്ന് അറ്റാച്ച് ആവാനായിട്ട് പറ്റും. ലവ് ഓഫ് സൈലൻസ്, നമ്മൾ ഈ കുട്ടികളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മളെ കുട്ടികളെ ഒരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ് ഒറ്റപ്പെടുത്തല്ല, അവര് മൈൻഡിനെയാണല്ലോ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത്. അവരുടെ മനസ്സിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐസൊലേറ്റ് ചെയ്യുന്നത്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഐസൊലേഷൻ ആണ് നമ്മൾ പറയുന്നത്. അവരുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അലൗ ചെയ്യണം. അല്ലാത്ത പക്ഷം അവർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലും ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിനെ മാത്രമാണ് ഒറ്റപ്പെടുത്തുന്നത്. ഇനി സബ്മിഷൻ ഓഫ് പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ അവനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്, അവനത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവന്റെ ആ ഒരു എന്താ പറയാ, ഒരു എന്താ പറയുക, അവനൊരു കാര്യം ചെയ്യാനായിട്ട് അവന് പൂർണ്ണമായി ഇൻട്രസ്റ്റോട് കൂടി, പൂർണ്ണമായ താല്പര്യത്തോടു കൂടി ആയിരിക്കും ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് ഓരോ കാര്യങ്ങളും റിയലിസ്റ്റിക് ആയിട്ട് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും.
നോട്ട് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ അത് ചെയ്ത് നോക്കാനുള്ള താല്പര്യം കൊണ്ടല്ല, റിയലിസ്റ്റിക് ആയിരിക്കും അവരുടെ ഒരു സെലക്ഷൻസ് അല്ലെങ്കിൽ ഓരോ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാല്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് മൂലം തന്നെ ഈ ഒരു എൻവയോൺമെന്റിലും അവരെ എന്തായിട്ട് മാറ്റും, ഒബീഡിയന്റ് ആക്കി മാറ്റും. ഈ ഒരു എൻവയോൺമെന്റിന് ആപ്റ്റ് ആയിട്ടുള്ള കുട്ടികളായിട്ട് അവരെ മാറ്റാനായിട്ട് പറ്റും. അവർക്ക് വേണ്ട ഇൻഡിപെൻഡൻസും ഇനിഷ്യേറ്റീവ്സും ഓരോ കാര്യങ്ങളും. ഇപ്പൊ പിങ്ക് ടവർ നമുക്കറിയാം ബ്ലോക്സ് വെച്ചിട്ട് മേലേക്കാണ് ബിൽഡ് ചെയ്യുന്നത്. അതല്ല അവർക്ക് ഇഷ്ടം ഇങ്ങനെ പാരലായിട്ട് ബിൽഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോട്ടെ. അപ്പൊ ഓരോ രീതിക്കും അവർക്ക് എങ്ങനെ വേണം മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് വേണ്ട ഫ്രീഡം നമ്മൾ അലോ ചെയ്യണം. ഒരിക്കലും നമ്മൾ പറയുന്നത് പിങ്ക് ടവർ എപ്പോഴും മുകളിലോട്ട് ബിൽഡ് ചെയ്യണം അങ്ങനെയൊന്നും പറയരുത്. എങ്ങനെയാണോ അവർക്ക് ഇഷ്ടം അതേപോലെ നമ്മൾ അവർക്ക് ഫ്രീഡം കൊടുക്കാം. നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ഉള്ള ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ എൽഡർ വൺസ് മുതിർന്ന കുട്ടികൾ ഓൾഡർ വൺസിന് എന്ത് ചെയ്യാൻ തുടങ്ങും, ഹെൽപ്പ് ചെയ്യും. അവർക്ക് അവരുടെ അപ്പൊ ചെറുപ്പം മുതലേ നമ്മളെക്കാളും ചെറിയ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളെക്കാളും വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കണം എന്നുള്ള ഒരു മൈൻഡ് കുട്ടികളുടെ മനസ്സിലുണ്ടാവും. പിന്നെ ഡിസിപ്ലിൻ, അവർ ഈ ഒരു ഓട്ടോമാറ്റിക്കലി ഈ ഒരു എൻവയോൺമെന്റ് വർക്ക് ചെയ്യുന്നത് മൂലം തന്നെ അവർക്ക് സ്വയം അച്ചടക്കം ഡിസിപ്ലിൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് അവർക്ക് സന്തോഷത്തിന് കാരണമാകുന്നു. ഒരു വർക്ക് ചെയ്ത് അവരത് കംപ്ലീറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കുമ്പോൾ അവര് ഓട്ടോമാറ്റിക്കലി എന്താണ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സന്തോഷം, ഒരു പ്രത്യേക ജോയ് അവരെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതെല്ലാമാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്ന കാറ്റഗറി. ഇതെല്ലാം ആരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും. റീഡ് ചെയ്താ പറയണോ കേട്ടോ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി. ഈ ശിക്ഷണം സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണെന്ന് പറയുന്നത്. നമുക്കിവിടെ ഡിസിപ്ലിൻ തോന്നുന്നുണ്ടല്ലോ. കുട്ടികൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താ പറയാ, സ്പോണ്ടേനിഷ്യസ് സെൽഫ് ഡിസിപ്ലിൻ ആണ് അവർക്ക്. സെൽഫ് ആയിട്ടുള്ള ഡിസിപ്ലിൻ അതെന്തിന്റെ ഫലമാണ്, നമ്മൾ ഈ ഫ്രീഡം അലോ ചെയ്യുന്നതിന്റെ ഫലമാണ്. നമ്മൾ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ടാണ് അവരെന്ത് പഠിക്കുന്നത്, അച്ചടക്കം പഠിക്കുന്നത് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ട ഫ്രീഡം നമ്മൾ അലോ ചെയ്യാം. കുട്ടികളുടെ കാര്യത്തിൽ നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്.
നമുക്ക് അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം അലോ ചെയ്യാം. അവര് ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും, അവർക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, റീഡ് ചെയ്തു എല്ലാവരും? ഓക്കെ, നമ്മള് നോർമലൈസേഷൻ പറഞ്ഞിട്ടാണ് ഡീവിയേഷൻ പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡീവിയേഷൻ കഴിഞ്ഞിട്ടായിരുന്നു നോർമലൈസേഷൻ പറയുന്നത്. സോ ഞാൻ ഡീവിയേഷനിലേക്ക് പോവാണ്. ആരൊക്കെയാണ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്? നമ്മള് ഈ ബർത്ത് ടു 6 years എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുട്ടികളിൽ നാച്ചുറൽ ഡെവലപ്മെന്റ് വരുന്ന ഒരു പീരീഡ് ആണ് ഏത് 0 to 6 years എന്ന് പറയുന്നത്. സോ കുട്ടിയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ് ആണ് ഏത് 0 to 6 years. നമ്മൾ പറയാറുണ്ടല്ലോ ചുട്ടയിലെ ശീലം ചുടല വരെ. ആ സമയത്ത് കുട്ടികളുടെ എന്തെല്ലാം ശീലങ്ങളാണ് ഫോളോ ചെയ്യുന്നത് അതായിരിക്കും അവരുടെ ഫുൾ എന്താ പറയാ എൻ്റയർ ലൈഫിൽ അവർ ഫോളോ ചെയ്യുന്നത്. സോ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ്മെന്റിന് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു കുട്ടിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏജിൽ കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. സോ സാധാരണഗതിയിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റി, പാരന്റ്സിന്റെ പേഴ്സണാലിറ്റി കുട്ടികളുടെ പേഴ്സണാലിറ്റിയിലേക്ക് എന്ത് ചെയ്യും, ഇമ്പോസ് ചെയ്യാനായിട്ട് നോക്കും. അത് അത്ര നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കുട്ടികൾ കുട്ടികളുടേതായ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ടൈമാണ് ഏത് 0 to 6 years എന്ന് പറയുന്നത്. സോ ജസ്റ്റ് നമ്മൾ ആ കുട്ടിയുടെ ഫ്രീഡം ഇതേപോലെ ഒരു നമ്മൾ നല്ല രീതിയിൽ അവരെ നല്ല രീതിയിൽ ഒബ്സർവ് ഒക്കെ ചെയ്യാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും ആ കുട്ടി ഡീവിയേറ്റഡ് ആണോ അല്ലെങ്കിൽ നോർമലൈസ്ഡ് ആണോ ചൈൽഡ്. അപ്പൊ നിങ്ങൾ ഇനി പ്രാക്ടിക്കൽസിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഈ പറയുന്ന കാറ്റഗറീസ് കുട്ടി ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അവരാണ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസ്. അവരെ നമ്മൾ എന്താക്കി മാറ്റണം, നോർമലൈസ്ഡ് ചൈൽഡാക്കി മാറ്റണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഓക്കെ, എന്താണ് ഡീവിയേഷൻ നോക്കാം. ഈ ഡീവിയേഷൻ ഇസ് എ വാം in character that will occur in a child during the formative years, birth to 6 years, because of obstacles, oppression is to this natural development. തടസ്സങ്ങളും അടിച്ചമർത്തലൊക്കെ ഈ ടൈമിലായിരിക്കും കൂടുതലായിട്ട് എന്തുണ്ടാവുന്നത്. ഈ നമ്മുടെ ഡെവലപ്മെന്റ് തടസ്സങ്ങൾ ഉണ്ടാവും. ഈ നാച്ചുറൽ ഡെവലപ്മെന്റിനുള്ള തടസ്സങ്ങൾ ഈ ഒരു ഏജിൽ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. Deviation occurs when the child has the will to act. ആ കുട്ടിക്ക് എന്ത് ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവരുടെ മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കും, റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അവന് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ പാരന്റ്സിന്റെ റെസ്ട്രിക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ അവന്റെ മൈൻഡ് ആയിരിക്കും. അവൻ തന്നെ അവന്റെ മൈൻഡ് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തടസ്സം അവൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. Child has the will to act, but these moments are restricted. അവന്റെ മൂവ്മെന്റ്സ് ആയിരിക്കും റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. When he got the interest but his necessity met. എന്നുവെച്ചാൽ അവൻ ആ കാര്യം ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഞാൻ എന്തിനാണ് ചെയ്യണേ എന്നുള്ളൊരു ചിന്തയായിരിക്കും അവന്റെ മൈൻഡിൽ ഉണ്ടാവുന്നത്. The will of the adult is alternated. എന്നുവെച്ചാൽ മുതിർന്നവരുടെ ഇഷ്ടം മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ആ ഇപ്പൊ ഒരു കുട്ടിക്ക് നമ്മൾ എന്താണ് ഡാൻസ് പഠിപ്പിക്കാൻ ചേർത്തു. ഡാൻസ് പഠിച്ചു, 1 വർഷത്തോളം ഡാൻസ് ആ കുട്ടി പഠിച്ചു. അപ്പൊ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയപ്പോ അഡൽട്ടിന്റെ ഇൻട്രസ്റ്റ് മാറി. അപ്പൊ കരാട്ട പഠിക്കുന്നതാണ്, കരാട്ട പഠിക്കാനായിട്ട് കൊണ്ടു ചേർക്കും. അപ്പൊ എന്താണ്, മുതിർന്നവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളെ മാറ്റുമ്പോൾ കുട്ടികൾക്ക് സ്വന്തം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. This is when the parents do not allow the child to improve their own personality. അവർക്ക് കുട്ടികളുടേതായ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ അലൗ ചെയ്യുന്നില്ല. The adult impose his personality on the child and overpower him. നമ്മൾ എന്താ ചെയ്യുന്നത്, മുതിർന്നവർ എന്ത് ചെയ്യും, നമ്മുടെ പേഴ്സണാലിറ്റി ഒരു ചെറിയ ഡ്രസ് എടുക്കാൻ പോലും നമ്മൾ നമ്മുടെ കുട്ടീനെ അലോ ചെയ്യുന്നില്ല. സോ അവരെങ്ങനെയാണ് ജീവിതത്തിൽ തീരുമാനം എടുക്കുന്നത്. നമ്മൾ ആ കുട്ടികളെ ചെറിയ തീരുമാനങ്ങൾ കുട്ടികളെ കൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ഡിസിഷൻസ് കുട്ടികളെ കൊണ്ട് എടുപ്പിക്കണം. The adult പറഞ്ഞല്ലോ, the child needs to loving and stimulating environment without his which his personality will be deviated. അവന് വേണ്ടത് ലവിങ് ആയിട്ടുള്ള സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അവന്റെ പേഴ്സണാലിറ്റി ഒന്ന് ഡീവിയേറ്റ് ചെയ്യാത്ത നല്ലൊരു എൻവയോൺമെന്റ് ആയിരിക്കും ആ കുട്ടി ആഗ്രഹിക്കുന്നത്. Montessori felt that deviation were not in the flow of the children.
ചൈൽഡ്. ശരിക്കും പറഞ്ഞ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ട്രൂ, ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതല്ല കുട്ടികളിൽ. അതെന്താണ്, മറ്റു കാരണങ്ങൾ കൊണ്ട് ആ കുട്ടി ഡീവിയേറ്റഡ് ആയിട്ട് മാറുന്നതായിരിക്കും. ചിലപ്പോൾ പാരന്റ്സിന്റെ ഇഷ്ടക്കുറവ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പാരന്റ്സ് അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ പൊസസീവ്നെസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ആണ് ഈ കുട്ടികൾ എന്തായി മാറുന്നത്, ഡീവിയേറ്റഡ് ആവുന്നത്. ചിലപ്പോൾ സിംഗിൾ പാരന്റ് ആയിരിക്കും, അപ്പൊ ആ കുട്ടിക്ക് സ്നേഹം കിട്ടുന്നില്ല, രണ്ട് പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന സ്നേഹം കിട്ടുന്നില്ല. ഇനിയിപ്പോ പാരന്റ്സ് ഒക്കെ വർക്ക് ചെയ്യാണ്, അവൻ ഫുൾ ടൈം ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പമാണ്, അവനപ്പോ അറ്റൻഷനും അതേപോലെ ലവും കെയറും ഒന്നും കിട്ടുന്നില്ല. ഇതെല്ലാം കാരണം കൊണ്ടാണ് ഈ കുട്ടികൾ എന്തായി മാറുന്നത്, ഡീവിയേറ്റഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസസ് ഓഫ് ഡീവിയേഷൻ, നമ്മൾ ഡീവിയേറ്റഡ് ചിൽഡ്രൻസിനെ 3 ക്ലാസ്സസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം 3 ക്ലാസ്സസ് ആക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്ലാസസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് ഉണ്ടെന്ന്. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. നിങ്ങളിപ്പോ കുറച്ച് പേരെങ്കിലും പ്രാക്ടിക്കൽസ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടികൾ അല്ലെങ്കിൽ ട്യൂഷനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ കുട്ടി ഏത് കാറ്റഗറിയാണ്, നോട്ടി ആണോ, വീക്ക് ചിൽഡ്രൻ ആണോ, ബ്രൈറ്റ് ചിൽഡ്രൻ ആണോ? ഫസ്റ്റ് തന്നെ ക്ലാസിഫൈ ചെയ്യേണ്ടത് നോർമലൈസ്ഡ് ചൈൽഡ്, ഡീവിയേറ്റഡ് ചൈൽഡ്. നമുക്ക് അവന് ഡീവിയേഷൻ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇനി പറയുന്ന ഏത് കാറ്റഗറിയിലാണ് അവൻ പെടുന്നത് എന്ന് ആലോചിക്കാം. Mental deviation are difficult to identify at the peak when compared to physical deviation, like some atypical looks in physical structure. നമുക്ക് മെന്റൽ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്, കാരണം മെന്റലി ഡീവിയേറ്റഡ് ആണ് ആ കുട്ടി. ആ ഒരു എക്സ്ട്രീം സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് മെന്റൽ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് ആ ഫിസിക്കൽ സ്ട്രക്ചർ ഒക്കെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ മെന്റൽ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. Deviation from the mind, normally it does not exhibit itself clearly. ആ കുട്ടിയുടെ മൈൻഡ് ഡീവിയേറ്റ് ആണ്, ക്ലിയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. It is possible to categorize 3 main classes of deviated children. അതുകൊണ്ട് നമുക്ക് ഈ കുട്ടികൾ ആ 3 classes of childrens, deviated childrens ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ പറഞ്ഞത് മെന്റൽ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഡിഫിക്കൽറ്റി ആണ്. കാരണം ഒരു കുട്ടിയുടെ മൈൻഡ് മെന്റലി ഡിസ്റ്റർബ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു എക്സ്ട്രീം സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ അവൻ പ്രകടിപ്പിക്കുന്നത്. അവന് ആ ഒരു ദേഷ്യം ഫുള്ളും പ്രകടിപ്പിക്കുന്നത് അവന്റെ ആ ഒരു എക്സ്ട്രീം സ്റ്റേജിൽ അവന്റെ മൈൻഡ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴായിരിക്കും ഈ ഒരു ഫീലിംഗ് അവൻ പുറത്തേക്ക് വരുന്നത്. സോ നമുക്ക് ഈ മെന്റൽ ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഫിസിക്കൽ ഡീവിയേഷൻ ആണെങ്കിൽ നമുക്ക് പല രീതിയിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് താല്പര്യക്കുറവ്, അല്ലെങ്കിൽ ഉറക്കം, അങ്ങനെ പല ഒരു സിംറ്റംസ് വഴി നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷെ മെന്റൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ മനസ്സിനെ സൈക്കോളജിക്കൽ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടർ ആണ്. സോ അതുകൊണ്ട് മെന്റൽ ഡീവിയേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ടീച്ചേഴ്സ് ആണ് നമ്മുടെ കുട്ടിക്ക് മെന്റൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് 3 കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻസിനെ ക്ലാസിഫൈ, ഡീവിയേറ്റഡ് ചിൽഡ്രൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് നോട്ടി ചിൽഡ്രൻ ആണ്, ഭയങ്കര വികൃതി ആയിരിക്കും. എന്നിട്ട് ഒന്ന് പറഞ്ഞതിന് രണ്ടാമത്തേക്ക് തല്ലാനും, ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് മറ്റു കുട്ടികളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന, ഭയങ്കര വയലൻസ് ഉള്ള, ഭയങ്കര ദേഷ്യമുള്ള കുട്ടികളായിരിക്കും ഈ നോട്ടി ചിൽഡ്രൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നോട്ടി ചിൽഡ്രന്റെ റിയൽ ക്യാരക്ടർ ഒന്നും അല്ല ഈ കാണിക്കുന്നത്. ചിലപ്പോൾ അവന് വീട്ടിൽ സ്നേഹം കിട്ടാത്തത് കൊണ്ടും മറ്റ് പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും അവൻ ഈ നോട്ടി ചിൽഡ്രൻ ആയിട്ട് മാറുന്നത്. ശരിക്കും പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര വയലൻസ് ഒക്കെ ഉള്ള മറ്റു ആൾക്കാരെ ഭയങ്കര റോങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. കുട്ടികളെ മതി, അതേപോലെ അവരെ പെറ്റ് അനിമൽസിനെയൊക്കെ ഭയങ്കര ഉപദ്രവിക്കുന്ന ടൈപ്പ് കാറ്റഗറിയാണ്. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനത്തെ കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻസ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. ഈ കുട്ടിയെ നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റണം. നോട്ടി ചിൽഡ്രൻസ് ആർ വെരി സ്ട്രോങ്. നോട്ടി ചിൽഡ്രൻസ് എങ്ങനെയാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. ആൻഡ് ബിഹേവ് വിത്ത് വയലൻസ് ടു റോങ് ട്രീറ്റ്മെന്റ് ദേ ഹാവ് റിസീവ്ഡ്. അവർ എന്തെങ്കിലും റോങ് ട്രീറ്റ്മെന്റ് അവർക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് വയലൻസോട് കൂടിയായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അവന്റെ പാരന്റ്സ് ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവന്റെ ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആയിരിക്കും അവർ നശിപ്പിക്കുന്നത്. ദീസ് ചിൽഡ്രൻസ് ഹാവ് ഫ്രം ആൻഡ് കിക്ക് ബൈറ്റ് ഡിഫേ അഡൽട്ട്. മുതിർന്നവരെ അനുസരിക്കില്ല, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് എതിർക്കും, ഭയങ്കരമായിട്ട് ടെമ്പറൻസ്, ഭയങ്കര കോപമായിരിക്കും, ഭയങ്കരമായിട്ട് ഇടി മടി നെക്ക് ഉണ്ടാവും, ഭയങ്കര ഒരു വയലൻസ് ആയിരിക്കും ഈ കുട്ടികൾക്ക്. ദേ ആർ ജനറലി ഗ്രിറ്റി, ഡിസ്ട്രക്റ്റീവ് ആൻഡ് ക്രൂവൽ ടു അതർ ചിൽഡ്രൻസ്. മറ്റു കുട്ടികളെയും ഉപദ്രവിക്കും. ഈ പറഞ്ഞ കുട്ടികൾ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. അനിമൽസ്, കുട്ടികളെ മാത്രമല്ല അനിമൽസിനെയൊക്കെ ഭയങ്കര ഉപദ്രവിക്കും. ഭയങ്കര ഒരു നോട്ടി വയലൻസ് ആയിരിക്കും ഈ കുട്ടികളുടെ ക്യാരക്ടർ. എന്നാൽ ഓൾസോ കാര്യം ചോദിച്ചോട്ടെ,
ഈ ആ. വീട്ടില് നോട്ടി ചിൽഡ്രൻസ്, അതായത് ഡീവിയേറ്റഡ് ആയിട്ട് പെരുമാറുന്ന കുട്ടികള് ക്ലാസ്സിൽ പോകുമ്പോ നോർമലൈസ്ഡ് ആയിട്ട് അങ്ങനെ ഉണ്ടാവോ? ശരി, വീട്ടില് ഭയങ്കര കുസൃതി ആയിരിക്കും. എന്നിട്ട് ഞാൻ കാര്യം പറയട്ടെ, നമ്മളുടെ എങ്ങനെയാണോ കുട്ടിയുടെ ഓവറോൾ നേച്ചർ നോക്കണം. കാരണം ചില കുട്ടികൾ വീട്ടിൽ കുറച്ച് കുറുമ്പൊക്കെ കാണിക്കും. അത് അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള കുറുമ്പാണോ എന്ന് ഒബ്സർവ് ചെയ്യണം. പക്ഷെ ഇതൊരു 4 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഭയങ്കര കുസൃതി ആയിരിക്കും. അത് അവരുടെ ക്യാരക്ടറിലുള്ളതാണ്. അതും കഴിഞ്ഞ് എക്സ്ട്രീം ആണ്, നമുക്ക് തോന്നും വയലൻസ് കുറച്ച് എക്സ്ട്രീം അല്ലേ എന്ന് തോന്നുമ്പോൾ അത് നോർമലൈസ്ഡ് അല്ല, ഡീവിയേറ്റഡ് ചൈൽഡ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഒത്തിരി എക്സ്ട്രീം ആണെങ്കിൽ, വയലൻസ് കുറെ വയലൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മളത് നോർമലൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് അല്ല, ഡീവിയേറ്റഡ് ചൈൽഡ് ആണെന്ന് മനസ്സിലാക്കും. ചില കുട്ടികൾ വെച്ചാൽ വീട്ടിൽ ഭയങ്കര വികൃതി ആയിരിക്കും. കുറച്ച് കുറുമ്പൊക്കെ സാധാരണ നമ്മൾ കാണുന്ന ഒരു വയലൻസ് അല്ല. ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാല് എക്സ്ട്രീം വയലൻസ് ആണ്. മറ്റു കുട്ടികൾ ഭയങ്കര ദേഷ്യം കാണിക്കും, ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും, ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുട്ടികൾ അനുസരിക്കാതിരിക്കും എന്നുള്ള ഒരു കാര്യമൊക്കെ. പക്ഷെ എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു കാറ്റഗറി ഓഫ് കുട്ടിയാണ്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ഇടിക്കും, മുതിർന്നവരെ അടിക്കും, ഉപദ്രവിക്കും, ഭയങ്കരമായിട്ട് കോപം വരും. അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ ഈ നോട്ടി ചിൽഡ്രൻസിന്റെ കാറ്റഗറിയിൽ ഡീവിയേറ്റഡ് ചൈൽഡ് ആണ് എന്ന് കൺഫേം ചെയ്യാം. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ്, അവൻ ഈ ഒരു കാറ്റഗറി ചൈൽഡ് ആണ്. ഭയങ്കര നോട്ടിയാണ്. ക്ലാസ്സിൽ വെച്ചാൽ ഭയങ്കര ബഹളാണ്. എന്തെങ്കിലും പ്രശ്നത്തിൽ ഈ ചെക്കൻ ഉണ്ടാവും. നമുക്ക് ഭയങ്കര തലവേദനയാണ് ഈ ചെക്കനെ കൊണ്ട്. എങ്ങനെയാന്ന് വെച്ചാല് ചെറിയ പ്രശ്നമായിരിക്കും, പക്ഷെ അവൻ മുതിർന്നവരോട് ഭയങ്കരമായിട്ട് തർക്കുത്തരം പറയും, നമ്മളോട് പോലും പറയും, തിരിച്ച് തർക്കുത്തരം പറയും. അതേപോലെ ഉപദ്രവം എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്ട്രീം ആണ്. വെറുതെ പേരെടുത്ത് കുട്ടികളുടെ കണ്ണിലെറിയുക, അതേപോലെ അങ്ങനെ ഭയങ്കര എക്സ്ട്രീം ആയി ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവനെങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഞാനൊന്ന് ഒബ്സർവ് ചെയ്തു, അവന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ നോക്കിയപ്പോ 2 പേരും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ഹസ്ബൻഡും വൈഫും ഗവൺമെന്റ് എംപ്ലോയി ആണ്. അച്ഛൻ പോലീസും അമ്മ ക്ലർക്കും ആണ്. ആ സമയത്ത് അമ്മ വർക്ക് ചെയ്തിരുന്നത് തിരുവനന്തപുരത്തെ കണ്ട. അപ്പൊ അവന് അമ്മയുടെ അമ്മയുടെ ഒപ്പം നിൽക്കുന്നത്. സോ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അച്ഛന്റെ വീട്ടിലാണ്, അമ്മ ജോലിക്ക് പോയിരിക്കാണ്, അമ്മാമ്മയുടെ ഒപ്പം ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് സ്നേഹത്തിന്റെ പ്രശ്നമാണ്. അവൻ അമ്മനെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനത് പ്രകടിപ്പിക്കാനായിട്ട് അവൻ എടുക്കുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു എന്താ പറയാ വയലൻസ് ആണ് അവൻ. ഇപ്പൊ പാരന്റ്സിന് എന്ത് പറഞ്ഞാലും ഭയങ്കര തർക്കത്ത്. അപ്പൊ അവന്റെ അമ്മയോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ അമ്മ എന്ത് ചെയ്തു, എറണാകുളത്തേക്ക് എന്തോ ട്രാൻസ്ഫർ വാങ്ങിച്ചു വന്നു. നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും, നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ വയലൻസ് എപ്പോഴും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ വാങ്ങിച്ചു വന്നു. കൂടുതൽ സമയം എന്ത് ചെയ്തു, ഈ മകന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആള് നല്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, അമ്മയും മോനും കൂടെ എപ്പോഴും നടക്കുന്നത്. കൂടുതൽ ടൈം അവന് വേണ്ടി സ്പെൻഡ് ചെയ്തപ്പോ അവൻ ആ ഒരു നോട്ടി ചിൽഡ്രൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് അത് നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറാനായിട്ട് പറ്റും. സോ നമ്മള് എന്താണ് അവരുടെ പ്രശ്നം, റിയൽ ആയിട്ടുള്ള എന്ത് പ്രശ്നമാണ് അവർ ഫേസ് ചെയ്യുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ശരിക്കും അതെ, ഒരു വ്യക്തിയല്ല ശരിക്കും പ്രശ്നം, ആ വ്യക്തിക്കുള്ള പ്രശ്നമായിരിക്കും നമ്മൾ അവരെ കാണുന്നത്. അവൻ ശരിക്കും കുറുമ്പനല്ലായിരുന്നു. കാരണം അവന് ആ ഒരു ലോൺലിനെസ് വെച്ചാൽ ഇത്രയും നാളെ അമ്മ എപ്പോഴും കൂടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ജോലി കിട്ടി പോയ സമയമാണ് ടൈം. ഞാൻ ഈ പറഞ്ഞ 1 ഇയർ എന്ന് പറഞ്ഞാൽ ആ ചേച്ചിക്ക് ഗവൺമെന്റ് ജോലി കിട്ടി പോയ ആ ടൈമാണ് അവർ ഫീൽ ചെയ്തത്. ഇത്രയും നാളെ അമ്മ കൂടെ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് അമ്മ വിട്ട് മാറിയപ്പോ അവനത് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ ചെക്കന്റെ ക്യാരക്ടർ വെച്ചാൽ ഭയങ്കരമായിട്ട് വയലൻസ് ആയി. അത് ട്രാൻസ്ഫർ കിട്ടാൻ കുറച്ച് ടൈം കൊടുത്ത്. അപ്പൊ അത് വന്നപ്പോഴേക്കും ഈ മോൻ കൈവിട്ട് പോകുന്ന ഒരു സ്റ്റേജിലാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത് അതിന് വേണ്ട രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ ആള് നോർമലൈസ്ഡ് ആയിട്ട് മാറ്റി. ഇനി ഒരു കാറ്റഗറി ഓഫ് ചൈൽഡ് ആണ് എന്തെങ്കിലും പറയാനുണ്ടോ? നോട്ടി ചിൽഡ്രൻ തന്നെയാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ചിൽഡ്രൻസ്. ഹൈപ്പർ ആക്ടിവിറ്റി ചൈൽഡ് എന്ന് പറഞ്ഞാല് അവർക്ക് വയലൻസ് ഉണ്ടോന്ന് ശരിക്കും നോക്കണം. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് വയലൻസ് ഉണ്ടോ നോക്കണം. എന്ത് കാര്യം ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യില്ല. വെച്ചാൽ ഒരു ആക്ടിവിറ്റി ചെയ്ത് അതവര് അവിടെ വിട്ടിട്ട് അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് പോകും. അപ്പം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഈ ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡിനെ പെട്ടെന്ന് നോർമലൈസ്ഡ് ആക്കാനായിട്ട് പറ്റും. കാരണം അവർക്ക് ചെറിയ രീതിയിൽ ഗൈഡൻസ് കൊടുത്താൽ മതി, അവർ പെട്ടെന്ന് നോർമലൈസ്ഡ് ആക്കാനായിട്ട് പറ്റും. പക്ഷെ നോട്ടി ചിൽഡ്രന് കുറച്ചും കൂടി ടഫാണ്, അവർ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ചും കൂടി ടഫാണ്. ഹൈപ്പർ ആക്റ്റീവ് ചിൽഡ്രൻസ് ആണെങ്കിലും വികൃതി കൂടുതലാണോ അല്ലെങ്കിൽ വയലൻസ് കൂടുതലാണോ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഡീവിയേറ്റഡ് ആണോ എന്ന്.
ഈ അടുത്താണ് വീക്ക് ചിൽഡ്രൻസ്. നമ്മൾ നോക്കുമ്പോൾ ഒരു നല്ല ക്യാരക്ടർ ആയിരിക്കും, നല്ല അടക്കം ഒതുക്കമുള്ള കുട്ടികളായിരിക്കും, എല്ലാവരും പറയുന്നതൊക്കെ അനുസരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ചൈൽഡ് ആണ്. പക്ഷെ അവർ ശരിക്കും പറഞ്ഞാൽ മടിയന്മാരാണ്. അതേപോലെ തന്നെ അവർക്ക് മുതിർന്നവരെ ഭയങ്കര പേടിയാണ്, അഡൾട്ട്സിന് ഭയങ്കര പേടിയാണ്, പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര പേടിയാണ്. അവര് ഭയങ്കരമായിട്ട് കള്ളം പറയും, അതേപോലെ ചില കാര്യങ്ങളിൽ മോഷ്ടിക്കും, അങ്ങനെ കുറെ സ്റ്റീൽ ചെയ്യും, മോഷണമൊക്കെ ഉള്ള ടൈപ്പ് കുട്ടികളായിരിക്കും. അവർ സ്ലോ ലേണേഴ്സും ആണ്, പതുക്കെ അവർ പഠിക്കുകയുള്ളൂ. ഭയങ്കരമായിട്ട് പഠിക്കാനും ഭയങ്കര മടിയുള്ള കാറ്റഗറി ചൈൽഡ് ആണ് വീക്ക് ചിൽഡ്രൻസ്. അപ്പോ നോട്ടി ചിൽഡ്രൻസിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പെട്ടെന്ന് അവര് കുഴപ്പമില്ല, കുറച്ചും കൂടി ഒന്ന് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് നമുക്ക് നോർമലൈസ് ആക്കാനായിട്ട് പറ്റും. പക്ഷെ വീക്ക് ചിൽഡ്രൻസിന്റെ കേസിലാണെങ്കിൽ ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. നമ്മളവരെ എല്ലാം അനുസരിക്കും, എല്ലാം ഓക്കെ ആണ് എന്നൊക്കെ പറയും, പക്ഷെ ഭയങ്കര മടിയന്മാരാണ്, കാര്യം ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ചിലപ്പോ കൂട്ടുകാരുടെ ഒപ്പം പോയി കളിക്കാൻ പറയുമ്പോ ഞാനൊന്നും ഇല്ല, ഈ വയ്യ എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കും. ഭയങ്കര പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും, അവർക്ക് മുതിർന്നവരെ ഭയങ്കരമായിട്ട് പേടിയായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ഫാദർ എന്ത് ചെയ്തു, രാവിലെ പോയപ്പോ ഒരു പെൻസിൽ കൊടുത്തു. ഇവൻ വീക്ക് ചിൽഡ്രൻ ആണ്. രാവിലെ പോയപ്പോ ഇതിന്റെ കൊടുത്തു പുതിയ പെൻസിൽ കൊടുത്തു. അവൻ അന്നത്തെ ദിവസം അവൻ എന്ത് ചെയ്തു, അത് കളഞ്ഞുകൊണ്ട് വന്നു. ക്ലാസ്സിൽ ചെന്നപ്പോ മിസ്സായി പോയി, എങ്ങനെയോ പോയി അവന്റെ കയ്യിൽ നിന്ന്. വൈകുന്നേരം വന്നപ്പോ അച്ഛനോട് പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് പെൻസിൽ പോയി എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, നല്ല രീതിയിൽ വഴക്കും പറഞ്ഞു, നല്ല രീതിയിൽ തല്ലും കൊടുത്തു. അപ്പൊ രണ്ടാമത്തെ ദിവസം അച്ഛൻ രാവിലെ ആയപ്പോ പെൻസിൽ കൊടുത്തു. പക്ഷെ രണ്ടാമത്തെ ദിവസം അവൻ എന്ത് ചെയ്ത്, അത് കളഞ്ഞില്ല, അതും അവന്റെ കയ്യിൽ നിന്ന് പോയി. അവൻ വൈകുന്നേരം വന്നപ്പോ പറഞ്ഞു ഞാൻ കൂട്ടുകാരന് കൊടുത്തു. കള്ളം പറഞ്ഞു. അത് എന്ത് ചെയ്തു, ഞാനത് കൂട്ടുകാരന് കൊടുത്തിരിക്കുകയാണ്, നാളെ ഞാൻ വാങ്ങിച്ചോളാന്ന്. ഓട്ടോമാറ്റിക്കലി അവൻ എന്ത് ചെയ്തു, കള്ളം പറഞ്ഞു. ഇതിന് മൂന്നാമത്തെ ദിവസം അച്ഛൻ ചോദിച്ചിട്ട് കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് പെൻസിൽ വാങ്ങിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു പെൻസിൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ നോക്കിക്കഴിഞ്ഞപ്പോ ബോക്സ് അവർ നോക്കിക്കഴിഞ്ഞപ്പോ അവന്റെ പെൻസിൽ, അച്ഛൻ കൊടുത്ത പെൻസിലല്ല അവന്റെ കയ്യിലുള്ളത്, മറ്റൊരു പെൻസിലാണ് അവന്റെ കയ്യിലുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാല് ആദ്യത്തെ ദിവസം തന്നെ അച്ഛൻ റോങ് ആയിട്ടാണ് ആ കുട്ടിനെ ട്രീറ്റ് ചെയ്തത്. ഈ വീക്ക് ചിൽഡ്രൻ ആക്കുന്നത് ആര് തന്നെയാണ്, നമ്മൾ തന്നെയാണ്, പാരന്റ്സ് തന്നെയാണ് ഈ കുട്ടികളെ വീക്ക് ചിൽഡ്രൻ ആക്കുന്നത്. റോങ് ആയിട്ട് ആ പെൻസിൽ പോയി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലടാ, ഞാൻ പുതിയത് തരാം, നീ നോക്ക്, ഇത് സൂക്ഷിക്കാനോട്ടാടാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അച്ഛൻ എന്താ ചെയ്ത്, നല്ല രീതിയിൽ പണിഷാ ചെയ്തത്. ദെൻ രണ്ടാമത്തെ ദിവസം അവൻ കള്ളം പറയാൻ പഠിച്ചു. ഓട്ടോമാറ്റിക്കലി അച്ഛനെ പേടിച്ചിട്ട് അവനെന്താണ് അഡൾട്ടിനോട് ഭയങ്കര പേടിയായിരുന്നു, കള്ളം പറയാനായിട്ട് അവൻ തന്നെ പഠിച്ചു. മൂന്നാമത്തെ ദിവസം അവൻ അവന്റെ കൂട്ടുകാരന്റെ പെൻസിൽ എടുത്തുകൊണ്ട് വന്നു. അവന്റെ പെൻസിൽ മിസ്സായി. ഇനി വീട്ടിൽ ചെന്ന അച്ഛൻ തല്ലുകൊണ്ട് പേടിച്ചിട്ട് അവരെന്ത് ചെയ്തു, കത്തുകൊണ്ടാ വന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ആ കുട്ടീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇവരെന്താകുന്നത്, ഡീവിയേറ്റഡ് ആവുന്നത്. സോ ഈ കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻസിന് ഭയങ്കര പേടിയായിരിക്കും പുതിയ കാര്യങ്ങളോടും. അതേപോലെ തന്നെ അഡൾട്ട്സിനെയും മുതിർന്നവരെയും ഭയങ്കര പേടിയായിരിക്കും. അവർക്ക് ഈ ലൈയിങ് ആൻഡ് സ്റ്റീലിംഗ് എന്ന് പറയുന്ന ഹാബിറ്റ്സ് ഉണ്ടാവും. അവര് നമ്മളിനി പഠിക്കും എന്തൊക്കെ ലൈ ആണ്, എന്തൊക്കെ കളറുകളാണെന്നൊക്കെ പഠിക്കും. ആ സ്ഥലത്ത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. വീക്ക് ചിൽഡ്രൻസ് കള്ളം പറയും. അതേപോലെ അവര് സേഫ് ആവാനായിട്ട് നോക്കും. ചെറിയ ലൈ ആയിരിക്കും, ചെറുപ്പത്തിലെ കുഞ്ഞു കള്ളങ്ങളൊക്കെ പറയും, അവരൊന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ. ചിലപ്പോ പാല് കൊടുക്കുമ്പോ പാല് കുടിച്ചോ എന്ന് ചോദിക്കുമ്പോ ഞാൻ പാല് കുടിച്ചു എന്ന് പറയും, പക്ഷെ അവർ കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയൊരു ഡിഫൻസ് ലൈ ഒക്കെ പറയുന്ന ടൈപ്പ് കാറ്റഗറിയാണ് വീക്ക് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. പിന്നെ അമ്മമാര് ശരിക്കും മടിയന്മാരാണ്, കാര്യം ചെയ്യാൻ ഭയങ്കര മടിയുള്ള കുട്ടികളാണ്, സ്ലോ ലേണേഴ്സ് ആയിരിക്കും, പതുക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഭയങ്കരമായിട്ട് പതുക്കെ സ്ലോ ആയിട്ട് ലേൺ ചെയ്യുന്ന ആൾക്കാരാണ് ഏത് വീക്ക് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. 1 minute. നമുക്ക് നോക്കാം വീക്ക് ചിൽഡ്രൻസ്. നമുക്ക് നോക്കാം the weak children, they are considered as good children. നമുക്ക് പുറത്ത് നോക്കുമ്പോൾ നല്ല കുട്ടികളായിട്ട്, നല്ല അടക്കൊതുക്കമുള്ള നല്ല കുട്ടികളൊക്കെ ആയിട്ട് തോന്നും. However, they are deviated. പക്ഷെ അവരെങ്ങനെയായിരിക്കും ഡീവിയേറ്റ് ആയിരിക്കും. They are lazy, മടിയന്മാരായിരിക്കും. Strict to adult, മുതിർന്നവർ ഭയങ്കര പേടിയായിരിക്കും. Afraid of new things, എന്താണ് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ പേടിയായിരിക്കും. എന്തെങ്കിലും ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അവർക്ക് ചെയ്യുമ്പോൾ പേടിയായിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായിരിക്കും. They may from habit of lying, അവർക്ക് lying, stealing, emotional അങ്ങനെ കട്ടെടുക്കുക അങ്ങനത്തെ ഹാബിറ്റ്സ് ഉണ്ടാവും. They are often considered to be a slow learner. സാധാരണ രീതിയിൽ അവര് നമ്മുടെ സ്ലോ ലേണേഴ്സ് ആയിട്ടായിരിക്കും പറയുന്നത്. ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളാണ് ബ്രൈറ്റ് ചിൽഡ്രൻസ്.
ബ്രൈറ്റ് ചിൽഡ്രൻസ് നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് പഠിക്കും, നമുക്ക് അവർ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആണെന്നൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അവർ ശരിക്കും ഡീവിയേറ്റഡ് ആയിരിക്കും. അവർക്ക് ഇമാജിനേറ്റീവ് ആയിട്ടുള്ളൊരു വേൾഡ് ഉണ്ടാവും. ആ വേൾഡിലായിരിക്കും അവർ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇമാജിൻ ചെയ്യും. ഫുൾ ടൈം അവര് ഒരു എന്താ പറയാ കൂടുതലായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അവരൊരു ഡ്രീമിലായിരിക്കും, അതായത് ഒരു ഇമാജിനേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ആ വേൾഡിന്റെ ഉള്ളിലായിരിക്കും അവർ ജീവിക്കുന്നത്. അവരുടെ ചിന്തകള്, അവരത് കാര്യങ്ങളൊക്കെ ഒരു ഫാന്റസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. റിയാലിറ്റിയോട് അവർക്ക് ഭയങ്കര ഓപ്പോസ് ആയിരിക്കും. ബാക്ക് ടു റിയാലിറ്റി ആണ്. അവരെന്താണ് ആ റിയൽ സിറ്റുവേഷൻ അത് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. അവർ ആ റിയാലിറ്റിയിൽ നിന്ന് മാറി ഒരു ഫാന്റസി വേൾഡിൽ ജീവിക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ബ്രൈറ്റ് ആയിരിക്കും, നന്നായിട്ട് പഠിക്കും, നല്ല ആക്റ്റീവ് ആയിരിക്കും, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ടാവും. പക്ഷെ അവർക്ക് എന്താണ് അവരുടെ റിയൽ വേൾഡിനേക്കാളും കൂടുതൽ ഇഷ്ടം ഏതായിരിക്കും, ഈ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ അല്ലെങ്കിൽ ഫാന്റസി വേൾഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും അവർക്ക് ഇഷ്ടം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ റിയൽ വേൾഡിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വേൾഡ് അത് അവർക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ ഈ ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അവർ കൂടുതലായിട്ട് ആ ഒരു ഫാന്റസി വേൾഡ് മൈൻഡിന്റെ കാര്യമാണ് കൂടുതലായിട്ട് ഇമാജിൻ ചെയ്യുന്നത്. അപ്പോ മറ്റുള്ളവരോട് ഒരു ഉപദ്രവത്തിന് പോകില്ല, ഫൈറ്റ് ചെയ്യൂല, മറ്റുള്ളവർക്ക് ദേഷ്യം വരുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യൂല. പക്ഷെ ഇവര് ഇങ്ങനത്തെ കാറ്റഗറി നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും, എന്നിട്ട് മാർക്കൊക്കെ സ്കോർ ചെയ്യും. പക്ഷെ എന്നാലും ഇവരെങ്ങനെയായിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുടേതായ ഫാന്റസി, അവരുടേതായ ഒരു വേൾഡിലായിരിക്കും അവർ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഈ കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാല് ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാല് നമ്മുടെ റിയൽ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാതെ അതിൽ നിന്ന് ഒളിച്ചോടാനായിട്ട്, എന്തെങ്കിലും പ്രോബ്ലംസ് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം എന്നായിരിക്കും അവർ ഫസ്റ്റ് ചിന്തിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റും എന്നവർ ഫസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇമാജിനേറ്റീവ് വേൾഡിലായിരിക്കും കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത്. മറ്റുള്ളവരോട് ശത്രുതയോ ഒന്നും തോന്നാത്ത ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻസ് ആണ് ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ദീസ് ചിൽഡ്രൻസ് ആർ വെരി ഇമാജിനേറ്റീവ് ആൻഡ് ഹാവ് എ വേൾഡ് ഓഫ് ദെയർ ഓൺ. അവരുടേതായ ഒരു വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഈ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിരിക്കും. പക്ഷെ അവരവരുടേതായ ഒരു ഇമാജിനേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ലീവ് ചെയ്യുന്നത്. ദേ ഹാവ് ചൂസൺ നൈദർ ടു ഫൈറ്റ്. അവർ മറ്റുള്ളവരോട് തല്ലുപിടിക്കാനോ വാക്തർക്കത്തിനോ ഒന്നും പോവില്ല. നോർ ഗിവൺ ഇൻ ടു ഹോസ്റ്റൽ കണ്ടീഷൻ. മറ്റുള്ളവരായിട്ട് ശത്രുത ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഈ കുട്ടികൾ ക്രിയേറ്റ് ചെയ്യില്ല. They have turned their back to reality. അവരവരുടെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് അവർ ടേൺ ബാക്ക് ആണ്, റിയാലിറ്റിയിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്. ആൻഡ് ആർ ലിവിങ് ഇൻ ദെയർ ഓൺ ഫാന്റസി. അവർ ജീവിക്കുന്നത് അവരുടേതായ ഫാന്റസിയിലാണ്. ചിലപ്പോൾ അവൻ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും, അതിനോട് ചിലപ്പോൾ അവർ വെറുതെ കിടക്കാണ്, അല്ലെങ്കിൽ അവനെ വെറുതെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പക്ഷെ അവൻ എന്ത് ചെയ്തിരിക്കും, അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അവൻ ഇമാജിനേറ്റീവ് വേൾഡിൽ അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോ 3 ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻസിനെയാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ നമ്മൾ ഏത് കാറ്റഗറി ഓഫ് ചൈൽഡ് ആണെന്നൊന്ന് ചുമ്മാ നോക്ക്. നോട്ടി ആണോ, വീക്ക് ആണോ, ബ്രൈറ്റ് ആണോ, ഏത് ടൈപ്പ് കാറ്റഗറി ആണ്. ഇനിയിപ്പോ നോർമലൈസ്ഡ് ചൈൽഡ് ആണോ, നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണോ എന്ന് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ 3 കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നോട്ടി ചിൽഡ്രൻ, വീക്ക് ചിൽഡ്രൻ, ബ്രൈറ്റ് ചിൽഡ്രൻ. നോട്ടി ചിൽഡ്രൻസ് മാം, ഈ ബ്രൈറ്റ് ചിൽഡ്രൻസിന് അറ്റൻഷൻ കുറവായിരിക്കുമോ? ഇല്ല, അറ്റൻഷനൊക്കെ നല്ല അറ്റൻഷൻ ഉണ്ടാവും. അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് അവർ കറക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ നന്നായിട്ട് പഠിക്കും, നല്ല ആക്റ്റീവ് ആയിരിക്കും ക്ലാസ്സിലൊക്കെ. പക്ഷെ അവർ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും, അവരുടെ ഇമാജിനേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് എസ്കേപ്പ് ഫ്രം റിയാലിറ്റി. അവർ ഇഷ്ടപ്പെടുന്നത് എന്താണ്, ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ എസ്കേപ്പ് ആണ്, റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയായിരിക്കും ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനത്തെ കാറ്റഗറി ഓഫ് ചൈൽഡ് ആണ് ബ്രൈറ്റ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് പെട്ടെന്ന് ഈ ബ്രൈറ്റ് ചിൽഡ്രൻസിനെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. സാധാരണ നോർമലൈസ്ഡ് ആക്കി മാറ്റാനായിട്ട് ഈ ബ്രൈറ്റ് ചിൽഡ്രനെ പെട്ടെന്ന് പറ്റും. കാരണം പിന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ് പാട്. ബ്രൈറ്റ് ചിൽഡ്രൻസ് നല്ല ആക്റ്റീവ് ആയിട്ട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഡീവിയേറ്റഡ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഇത്തിരി പാടാണ്.
കാരണം നമ്മൾ പുറത്ത് നോക്കുമ്പോൾ നോർമലൈസ്ഡ് സ്റ്റൈൽ ആണെന്ന് തോന്നും. പക്ഷെ അവൻ ലീവ് ചെയ്യുന്ന എങ്ങനെയാണ്? അവനൊരു ഇമാജിനേറ്റീവ് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിലാണ് അവൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ അവനൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ അത്രയുമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ഡീവിയേഷനും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ ചൈൽഡും നന്നായിട്ട് നോക്കിയിട്ട് വരാം കേട്ടോ. ഒരു ഡൗട്ട് ചോദിക്കാനാണ്. നമ്മളിപ്പോ 3 തരത്തിലുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 വയസ്സിന് മേലേക്കുള്ള പിള്ളേരെയാണോ നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് കൂടുതൽ 3 എടുക്കുന്നത്? വയസ്സിന് മേലേക്കുള്ള പിള്ളേരാണ് ഒബ്സർവ് ചെയ്യുന്നത്. കാരണം ഈ നോട്ടി ചിൽഡ്രൻസ് എന്ന് പറയുമ്പോൾ 1.5 വയസ്സിലൊക്കെ അവർ നോട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രായത്തിൻ്റെതായ വികൃതിയാണ്. അത് അങ്ങനെയാണ്. 3 വയസ്സിന് ശേഷം ഇത് ഏത് കാറ്റഗറിയാണ്? നോർമലൈസ്ഡ് ചൈൽഡ് ആണോ? അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒത്തിരി നേരം അവർക്ക് ഗെയിം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കളിപ്പാട്ടൊക്കെ വെച്ച് കളിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഇനിയും കുറച്ച് ഡീവിയേഷൻസ് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ അതുകൂടി കഴിയുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് ഏത് കാറ്റഗറീസ് ഓഫ് ചൈൽഡ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മാം, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഒരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സിന്റെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുട്ടികളുടെ. അപ്പം ഈ ഒരു 4, 5, 6 വയസ്സുള്ള ആ ഒരു കുട്ടികളിൽ നമ്മൾ ബോഡിയിൽ ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു പ്രായം എന്നാ പറയാ. അപ്പൊ നമ്മൾ ആ ഒരു കുട്ടികളെ എപ്പോഴും 4-ാം വയസ്സിലെ നട്ടപ്രാന്ത് എന്നൊക്കെ പറയൂലേ, ഒരുപാട് കുട്ടികൾ എപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കും. പാരന്റ്സിനുള്ള എപ്പോഴും ഉള്ളൊരു പരാതിയാണ് കുട്ടികളെ കുറിച്ച്. തീരെ അടങ്ങിയിരിക്കില്ല, എപ്പോഴും എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. പക്ഷെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കുട്ടിക്ക് ആ ഒരു ബോഡിയിലുള്ള എനർജി റിലീസ് ചെയ്യണമെങ്കിൽ അവരെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അത് ശരിക്കും നോർമലാണ്. അപ്പോൾ നമ്മൾ ആസ് എ മോണ്ടിസറി ടീച്ചർ ഈ ഒരു കാര്യം ഡീവിയേറ്റഡ് ആണോ നോർമലൈസ്ഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. മാം ഈ ഒരു ടോപ്പിക് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് തോന്നിയതാണ്. ഓക്കെ, നമ്മളിപ്പോ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളാണ് നോർമലൈസ്ഡ് ആണ്. പിന്നെ ഒരു ആക്ടിവിറ്റി ചെയ്ത് അവൻ കംപ്ലീറ്റ് ചെയ്യാണ്, അത് ഫുൾ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് അത് ഒബ്സർവ് ചെയ്യുന്നോണ്ടാണ് നോർമലൈസ്ഡ് ആണെന്ന് നോക്കുമ്പോൾ അവൻ ആ ഒരു ആക്ടിവിറ്റി കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, നോർമലൈസ്ഡ് ആണ്. അല്ല അവൻ ആക്ടിവിറ്റി ചെയ്തു അതവന് കംപ്ലീറ്റ് ആക്കാണ്ട് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് പോകും, അതും അവൻ കംപ്ലീറ്റ് ആക്കാണ്ട് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ അവൻ എന്താണ്? ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരിക്കും. അത് എന്തോ ഡീവിയേഷൻ ആണ്. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ എന്തോ ഒരു കാര്യം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മളത് ഒബ്സർവ് ചെയ്യുന്ന മൂലം നമുക്ക് കിട്ടുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ് ഈ കാര്യങ്ങൾ. ഈ ചൈൽഡ് ആണ്, അവൻ വീക്ക് ആണോ, ഡീവിയേറ്റഡ് ആണോ, നോർമൽ ആണോ എന്നൊക്കെ നമ്മുടെ ഒബ്സർവേഷൻ ആണ്. ബാക്കിയെല്ലാം നമ്മുടെ ഓരോ ടീച്ചേഴ്സിന്റെ ഒബ്സർവേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് അവർ ഏത് കാറ്റഗറീസ് ഓഫ് ചൈൽഡ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ആക്ടിവിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിൻ ചെയ്യാട്ടോ. ആദ്യം പറഞ്ഞിരിക്കുന്ന ആരാണ്? ഗീതു ആണ്. ഗീതു ബട്ടൺ ഫ്രെയിം കാണിച്ചോട്ടോ. കുറച്ച് ഒന്ന് എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് ബട്ടൺ ഫ്രെയിം കാണിച്ചാൽ മതി. ഓക്കെ, പിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. മാം ഇന്ന് എല്ലാ ഫ്രെയിമും സബ്മിറ്റ് ചെയ്യാനാ പറഞ്ഞിരുന്നേ, പിങ്ക് കവർ അടക്കം. ആണോ? എന്നെ ഇന്നത്തെ ടൈം എനിക്ക് തോന്നുന്നു ടൈം കുറവാണെന്ന് തോന്നുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബിഗിനിങ്ങിൽ തന്നെ ഫ്രെയിമുകൾ സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവർക്കും കാണിക്കാൻ പറ്റും. ഉണ്ടാവൂല. ഓക്കെ, നൗഷല കാണിച്ചു തന്നാ അത് ടൈം എല്ലാവർക്കും. ഞാൻ ബെൽറ്റ് ഫ്രെയിമും വെൽക്കോ ഫ്രെയിമും രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, ബക്കിൾ ഫ്രെയിമും വെൽക്കോ ഫ്രെയിമും ഒരുമിച്ചാ ചെയ്ത്. മറ്റേ ബെൽറ്റ് കിട്ടാത്തോണ്ട് ഈ ഇതാ കിട്ടിയത്. ഓക്കേടാ, പറഞ്ഞാടാ. ഞാൻ കാണിച്ചായിരുന്നു. കാണിച്ചിട്ടുണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ. ഓക്കെ ഓക്കെ, ഞാൻ കാണിച്ചു. ബട്ടർ ഫ്രെയിം. അതെ മാം, ബട്ടൺ ഫ്രെയിം. അയ്യോ, എനിക്ക് ഗീതുവിന്റെ ക്യാമറ കാണാൻ വയ്യ. കാണിക്കുവാണോ ഇപ്പോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്കും കാണിച്ചു കഴിഞ്ഞാ ഒരു മിനിറ്റ്. ഗീതു ബട്ടൺ ഫ്രെയിം മാത്രമേ ചെയ്തോളൂ?
ബട്ടൺ ഫ്രെയിം മറ്റ് ഫ്രെയിമിന്റെ ഇത് കിട്ടിയില്ല മിസ്. ബാച്ചിന്റെ ആ സാധനം വച്ചിട്ടത് ഇതിൽ നിക്കുന്നില്ല. വെയിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ നടന്നു പോന്നു. മാം ഞാൻ അങ്ങനത്താണ്. സോ ഞാൻ ബാക്കിയുള്ളവര് നാളെ കാണിക്കും, നമുക്ക് പ്രസന്റ് ചെയ്യാം കേട്ടോ ഫ്രെയിമുകള്. ഓക്കെ അല്ലേ? ഞാനും കൂടെ കാണിച്ചോട്ടെ, നാളെ ചിലപ്പോ സമയം ഉണ്ടാവില്ല, നാളെ ക്ലാസ്സിന് കയറാൻ പറ്റിയില്ലെങ്കിൽ. എന്നാ ഷെമീനയും കൂടി ലാസ്റ്റ്. സിന്ധു, ഷെമീന, അല്ല അർച്ചന, ഷെമീന. ഓക്കെ സിന്ധു, അർച്ചന കാണിച്ചേടാ. ക്യാമറ ഓൺ അല്ല കേട്ടാ, നിങ്ങൾ നോക്കണേ ക്യാമറ ഓൺ ആക്കി. കാണാം. ഇത് ബട്ടൺ ഫ്രെയിം ആണ് മാം. ബട്ടൺ ഫ്രെയിം. അർച്ചനെ കാണാൻ പറ്റുന്നില്ലല്ലോ. പ്രസ് ബട്ടൺ ഫ്രെയിം കാണാമോ? കാണാം. പിന്നെ ഇത് മറ്റേ വെൽക്കോ ഫ്രെയിം ഒട്ടിച്ചിരിക്കുന്നതാണ് മാം. കാണാമോ? വെൽക്കോ. പിന്നെ ഇത് ഹുക്ക് ബട്ടൺ ആണ്. ഞാൻ ജസ്റ്റ് ഇത് നോട്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ എംബ്രോയിഡറി പോലെ ചെയ്തു വെച്ചതേ ഉള്ളൂ. സ്വയം ചെയ്തതാണോ? അതെ. പിന്നെ ഇത് മറ്റേ ബെൽറ്റിന്റെ എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല, അപ്പൊ ഞാൻ മറ്റേ കുട്ടികളുടെ സ്ക്രാഫ് ഉണ്ടല്ലോ അത് വാങ്ങിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ചെയ്തതാണ്. ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ലൈസ് ഫ്രെയിം. പിന്നെ ജസ്റ്റ് ഇത് നമ്മുടെ പിങ്ക് ടവർ. ഇതാണോ ചാർട്ടാണോ? അല്ല, വുഡ് ആണ് മാം. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. വുഡില് ഇങ്ങനെ അതിങ്ങനെ ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് കളർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഷെമീന നല്ല പ്രസന്റ് ചെയ്തോട്ടാടാ. ഇത് സിക്സ് ഫ്രെയിം. പ്രസ് ബട്ടൺ ഫ്രെയിം. അതിന്റെ അകത്ത് നോർമൽ ബട്ടൺ ഫ്രെയിം ഉണ്ട്. ഷെമീമ മ്യൂട്ട് ചെയ്തേക്കാണല്ലോ. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല കേട്ടാ. മിസ്സേ സോറി മിസ്സേ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇത് ബട്ടണിംഗ് ഫ്രെയിമേ ഇതിനകത്ത് തന്നെയാണ് ഞാൻ പ്രസ് ബട്ടൺ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഓക്കേടാ. പിന്നെ സിപ്പ് ഫ്രെയിമും ചെയ്തിട്ടുണ്ട്. ഈ 3 ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിപ്പിന്റെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? സിപ്പ് ഫ്രെയിം ചെയ്യാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 8 ഫ്രെയിമാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ ഇന്ന് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാവരും പ്രസന്റ് ചെയ്യണം കേട്ടോ. മാം 6 ഫ്രെയിം എന്നല്ലേ പറഞ്ഞത്? 6 ഫ്രെയിം എന്നല്ലേ പറഞ്ഞത്? 6 അതില് ബെൽറ്റ് ഫ്രെയിം 6 ഫ്രെയിമില് ബെൽറ്റ് ഫ്രെയിം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതില് മറ്റേ ബാഗിന്റെ ഒക്കെ ക്ലിപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വാച്ചിന്റെ സ്ട്രാഫ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ സിബ് ഇങ്ങനെ പറഞ്ഞിരുന്നു ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞു. 6 ഫ്രെയിം ആണ് നമുക്ക് ലിസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു മാം. ശരിക്കും 8 ഫ്രെയിം ഉണ്ട്. 6 ചെയ്യുന്ന നിർബന്ധമാണോ? അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറയണേടാ. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് വൈവേക്ക് ഒക്കെ വരുന്ന സമയത്ത് നമുക്കത് പ്രസന്റ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യേണ്ട വരും. അതുകൊണ്ടാണ് മാം. ആ സമയമാകുമ്പോ 6 ഫ്രെയിമും കംപ്ലീറ്റ് ചെയ്താൽ മതിയോ മാം? ഞാൻ വർക്കിലായതുകൊണ്ട് എനിക്ക് ഫ്രെയിം ഒന്നും കിട്ടിയിട്ടില്ല. ഇതുവരെ ഞാൻ ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ടൈം പോലെ അതൊന്ന് നോക്കിയാൽ മതി. ഇപ്പൊ വെക്കേഷൻ ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ലീവൊക്കെ കിട്ടുമ്പോ
ഓരോ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഓരോന്ന് ചെയ്യാനായിട്ട്. താങ്ക് യു. സൈൻ ഔട്ട് വരെ പറയുന്നേ മിസ് ഞാനാണേ. ഹെൽത്ത് ഈസ് ആയിട്ട് ഏതെങ്കിലും ഫ്രെയിം ഉണ്ടോ? ഇപ്പം പറ്റുന്നത് ഏതെങ്കിലും ആർണം ചെയ്താൽ പോരെ? ഇപ്പൊ സിബ് ഫ്രെയിം ചെയ്തപ്പം വേറെ എന്തെങ്കിലും? ഓക്കെ മേഡം. ഓക്കെ പറഞ്ഞോ അഭിരാം. ആരഭിയാണേ. ആരഭി ഹെൽത്ത് ഈസ് വെൽത്ത്. നമ്മുടെയൊക്കെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് രോഗങ്ങൾ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒരുപാട് രോഗങ്ങൾ കണ്ടുവരുന്ന ഒരു കാലമാണ്. സെർവിക്കൽ ക്യാൻസർ പോലെയുള്ള. അപ്പം നമ്മൾ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഗവനിക്കാതിരിക്കും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ച് അത് അപ്പം തന്നെ ഡോക്ടറെ പോയി കണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തന്നെ നഷ്ടം, നമുക്കും നഷ്ടം വരും. നമ്മൾ ഒരുപാട് നാൾ ജീവിക്കേണ്ട നമ്മളായിരിക്കും. പക്ഷെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവൻ ചിലപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത്രയും കാലം നമുക്ക് കിട്ടിയില്ലാന്ന് വരും. അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ചെറിയ കാരണങ്ങളാണെങ്കിൽ പോലും അത് പിന്നെ ആട്ടെ കുഴപ്പമില്ല എന്ന് വെക്കാതെ നമ്മുടെ മക്കൾക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ച് കളയുന്ന സമയം നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളത്. സൈനിങ് ഔട്ട്. താങ്ക് യു മാം. താങ്ക് യു ഫോർ യുവർ ഓസം ക്ലാസ്. പിന്നെ താങ്ക് യു ഫോർ മൈ ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ സൈനിങ് ഔട്ട് ബൈ ആരഭി. താങ്ക് യു. താങ്ക് യു ഓൾ.